ബ്യൂട്ടിഫുൾ. ഫാന്റാസ്റ്റിക്, ബ്യൂട്ടിഫുൾ. മനസ്സും ശരീരവും തണുത്തു. അനിൽ യേശുദാസിനെ പോലെ ഒരു വലിയ പാട്ടുകാരനാവും. താങ്ക് യു. എന്തായി കളിക്കുന്നത്? ഞാനൊരാണ് തന്നെ. എന്നെ കൂടെ പ്രേമിച്ചാൽ എന്താ? സേതുവിന്റെ കയ്യിൽ മാലിന്യ പിടിച്ചെന്നോ? മാലിന്യയുടെ കയ്യിൽ സേതു പിടിച്ചെന്നാ? ഓ മൈ ഗോഡ്, മൈ പുവർ മെമ്മറി പവർ. താങ്ക് യു. സാർ, തേർഡ് ഇയർ BSc പഠിക്കുന്ന രവിയോട് വരാൻ പറയൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ് യെസ് യെസ്, കറക്റ്റ്, യു ആർ കറക്റ്റ്. വരാൻ പറയൂ. ശരി സാർ. ഒരു മാസത്തേക്ക് തന്നെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. Get out! അന്ന് രഹസ്യമായിട്ടല്ലേ പിടിച്ചത്, ഇന്ന് പരസ്യമായിട്ട് ഒറ്റ നടക്കരുത്. എല്ലാത്തിനും ഞാൻ കാച്ചിക്കളയും. അടുത്തേക്ക് വരരുത്. പരസ്യമായിട്ട് ഇവിടെ ഒന്ന് ചുംബിച്ചിട്ട് ഞാൻ വിട്ടേക്കാം. അനിൽ, വരരുത്. ഞാൻ കൈവിട്. ജീവിക്കണമെന്ന് ആശയുണ്ടെങ്കിൽ നീ പോയിക്കോ. സേതു, കളിക്കരുത്. അത്ര സഹിക്കുന്നില്ലെങ്കിൽ നീ കണ്ണുവത്ത്. അതിനുള്ളിൽ ഞാൻ എന്റെ ആഗ്രഹം സഹായിച്ചോളാം.
നാളെ കൊണ്ട് ക്ലാസ് തീരുകയാണ്. അടിച്ചും പിടിച്ചും കിടന്നപ്പോ ഒന്നും അറിഞ്ഞില്ല. പക്ഷെ പിരിയുമ്പോഴാണ് പ്രയാസം. ഞാൻ നാളെ ക്ലാസ്സിലോട്ടേ വരുന്നില്ല. അത് പറ്റില്ല. എല്ലാവരോടും യാത്ര പറയണ്ടേ? അതല്ലേ പ്രയാസം. അത് നിനക്ക് മാത്രമല്ലല്ലോ. പ്രായത്തിലും പരിചയത്തിലും നിങ്ങളിൽ നിന്നും വളരെ മേലെയാണ് ഞാൻ. പക്ഷേ ഇങ്ങനെയൊരു പ്രതിസന്ധി തരണം ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അറിഞ്ഞോ അറിയാതെയോ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കൂ. ദൈവം സഹായിച്ചാൽ നമുക്ക് വീണ്ടും എവിടെയെങ്കിലും വെച്ച് കാണാം. ഈ അവസരത്തിൽ ഒരേ ഒരാൾ മാത്രം വന്നിട്ടില്ല. ആ സുഹൃത്തിനോടും വാ. എല്ലാവരെയും വേദനിപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ചും പെൺകുട്ടികളെ. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. മാലിനി എന്റെ സഹോദരിയാണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ആ കുട്ടിയോട് ക്ഷമ ചോദിക്കുന്നു. അനിൽ, ഞാൻ അനിൽ, ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? പറയൂ, പറയൂ. ഇനി നമുക്ക് പിരിയാം. വെറുതെ മനുഷ്യനെ വിഷമിപ്പിച്ചു. ബസ് പുറപ്പെടാൻ ഇനി 5 മിനിറ്റേ ഉള്ളൂ. ഇത് പോയാ അടുത്തതിൽ പോകാം. വീട്ടിൽ ചോദിക്കാനും പറയാൻ ആളുണ്ട്. അപ്പോഴേക്കും ദേഷ്യം വന്നല്ലോ. പിണങ്ങിയോ? ബസ് പുറപ്പെടാറായി. ഇനി എന്നാ കാണുക? അറിയില്ല. ഞാൻ വീട്ടിൽ വരാം. എന്താ വിശ്വാസമല്ലേ? കോളേജ് അടയ്ക്കുമ്പോ ഇതുപോലെ വാഗ്ദാനങ്ങളും കൊടുത്ത് പിരിയാറുണ്ട്. പക്ഷേ ഇതിന് വ്യത്യാസമുണ്ട്. ബസ് നമ്പർ A436 അങ്കമാലി ചാലക്കുടി തൃശൂർ വഴി പാലക്കാട്ടേക്ക് പോകുന്ന ഫാസ്റ്റ് പാസഞ്ചർ ഞാൻ പോട്ടെ. 10:35 പുറപ്പെടുന്നതാണ്. എന്നെ മറക്കരുത്.
ചേച്ചി ചേച്ചി ഒരു ലെറ്റർ. അച്ഛനെയും അമ്മയൊന്നും കാണിച്ചില്ല. അതെന്താ? കോളേജ് പഠിത്തമൊക്കെ കഴിഞ്ഞ് വന്നതല്ലേ, ചിലപ്പോ വല്ല സ്വകാര്യാണെങ്കിലോ. എനിക്ക് അങ്ങനെയൊന്നുമില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. അഥവാ ഉണ്ടായിരുന്നാലും ഞാനാരോടും പറയില്ല. ഇതൊക്കെ ഒരു രസമല്ലേ. നിനക്ക് വല്ല ഇടപാടുണ്ടോ? എന്നോട് പറയുന്നതാ നിനക്ക് നല്ലത്. ചേച്ചി, എന്റെ ക്ലാസ്സിൽ രമേശ് എന്നൊരു കുട്ടിയുണ്ട്. ആ കുട്ടി എപ്പോഴും എന്നെ തന്നെ നോക്കും. നീ നോക്കില്ലേ? ആദ്യം പേടിയായിരുന്നു, ഇപ്പൊ നോക്കും. ആഹാ, അത് ശരി. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. അയ്യോ ചതിക്കല്ലേ ചേച്ചി, ഇനി ഞാൻ നോക്കില്ല, സത്യമായിട്ട് നോക്കില്ല. ചേച്ചി വിശ്വസിച്ച ഞാൻ പറഞ്ഞത്. പറഞ്ഞാ പിന്നെ ഞാൻ വേണ്ടില്ല. നോക്കിക്കോ. അനിന്റെ ലെറ്റർ. എന്റെ കൊച്ചനീതിക്ക് നന്ദി. ഡിയർ മാലിനി, സുഖാണോ? ഒത്തിരി എഴുതി നിന്നെ വെറുതെ ബോറടിപ്പിക്കുന്നില്ല. റിസൾട്ട് അറിഞ്ഞാൽ ഉടനെ ഞാൻ വീട്ടിൽ വരും. കാണാൻ കൊതിയാകുന്നു. നിനക്കോ? മറുപടി അയക്കില്ലേ? മഷി ലാഭിക്കാൻ വേണ്ടിയാണോ ഇത്രയും കുറച്ച് എഴുതിയത്? എനിക്കറിയാം ക്ഷമ തീരെ ഇല്ലാത്ത ആളാണെന്ന്. എന്താ മറുപടി അയക്കില്ലേന്ന് ചോദിച്ചത്? പരീക്ഷിക്കുന്നതായിരിക്കും. അത് വേണ്ട. മാലിനി അനിലിന്റെ സ്വന്തമായി കഴിഞ്ഞു എന്ന് വിശ്വസിക്കൂ. വീട്ടിലേക്ക് വേഗം വരണം. അനിലിന്റെ മാലിനി. അനിൽ, ഇതാ നിനക്ക് ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. അമ്മേ, ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പാസ്സായി. എനിക്ക് നേരത്തെ അറിയായിരുന്നു മോനെ. അതെങ്ങനെ? ഞാൻ നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ നേർന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പഠിച്ചിട്ടല്ല പാസ്സായത്. അത് മാത്രമല്ല മോനെ, ഈശ്വരാധീനം കൂടെ വേണം. ഇന്നുച്ചയ്ക്ക് അമ്മയുടെ വകയായിട്ട് പാൽപായസം. അത്രേ ഉള്ളൂ. വെച്ച് തരാമല്ലോ. ഫ്രണ്ട്സിന്റെ നമ്പർ നോക്കട്ടെ. മാലിനി 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 പോക്കാണെന്നാണല്ലോ തോന്നുന്നത്.